Hi all, I'm Janisha. So I'm very happy to give you some lessons which is given in your first semester textbook. So today we are going to learn the first unit given in the paper, remedial grammar. The first unit titled, that is the verbs, main and helping verbs. I hope you all might have been familiar with verbs and helping verbs. So in this unit we are going to discuss about verbs, auxiliary verbs, that means helping verbs, auxiliary verbs, transitive and intransitive verbs, different types of auxiliary verbs. So these are the main concept, content given in this unit. So before entering to the topic auxiliary verbs, let's speak of verb. So the word verb, which is derived from the Latin word verbum. This is the title of the first unit, the verb, main and helping verbs. So we are all familiar with the term verbs. So in this unit we will deal with the different types of auxiliary verbs, then transitive verb, intransitive verbs, finite verb and active verb, passive verbs. So we are going to learn different types of verbs in this unit. So before moving on to different types of auxiliary verbs, we will discuss some details on verb. So verb എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. Verb എന്ന് വെച്ചാൽ ക്രിയ. Generally the word verb is described as doing words or action words. അതായത് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തെയാണ് നമ്മളെപ്പോഴും verbs എന്ന് പറയുന്നത്. പക്ഷെ verb എന്നുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ് അറിയാം. അതിൽ വേർബ് എന്നുള്ളത് വെറും ഒരു ക്രിയ മാത്രം, ഒരു ആക്ഷൻ മാത്രം പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് എ പേഴ്സൺ, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓഫ് എ പേഴ്സൺ, or it can be described, it can be used to describe the ownership words. So for example, I am very busy, he is very tired. So in these two examples, I am very busy. Busy is a verb, tired is a verb. So these two words are used to describe the state of being of a person. So ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ കാണിക്കാനും ഒരു സാഹചര്യത്തെ കാണിക്കാനും നമുക്ക് വേർബായിട്ടുള്ള വേർബ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഓണർഷിപ്പ്, ഇത് എൻ്റേതാണ് അല്ലെങ്കിൽ അവൻ എൻ്റേതുണ്ട്. അപ്പോൾ he owned a car, he owned a car, he has a car. സോ അപ്പോൾ ഓൺഡ് ഹാസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഓണർഷിപ്പാണ് കാണിക്കുന്നത്. അയാൾക്ക് അതുണ്ട് അല്ലെങ്കിൽ അവനതുണ്ട് എന്നുള്ളൊരു ഓണർഷിപ്പാണ് ആ വേർഡിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേർബ് എന്ന് പറയുന്ന ക്രിയ വി ക്യാൻ യൂസ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ അറ്റ് ദ സെയിം ടൈം ടു ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓർ ടു ഡിനോട്ട് ദ ഓണർഷിപ്പ്. ഇനി അതുപോലെ തന്നെ വേർബ്സിൽ ഒരു മെയിൻ ടൈപ്പ് ഓഫ് വേർബ്സ് ആണ് ഓക്സിലിയറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിലിയറി വേർബ്സ് പറയുന്നതിന് മുന്നേ നമുക്ക് മെയിൻ വേർബിനെ തന്നെ നമുക്ക് സിമ്പിൾ വേർബ് എന്നും സിമ്പിൾ വേർബ്, കോമ്പൗണ്ട് വേർബ്. We can classify the main verb into simple verb and compound verb. I will give you an example. I will give you a simple example, then you can easily understand it. She eats a mango. The sentence here is she eats a mango. So in this given sentence there is only one verb, that is eats. കഴിക്കുന്നു, ഈറ്റ്സ് എന്ന് പറയുന്ന ഒരൊറ്റ വെർബ് മാത്രമേ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള verbsine, if there is only one verb in a sentence,
that is called a simple verb. Okay, simple verb. And another one, compound verb. ഈ സെയിം തന്നിരിക്കുന്ന ഈച്ച് സെൻറ്റൻസ് തന്നെ നമുക്ക് കോമ്പൗണ്ട് വേർബ് ആക്കിയിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഷീ ഈസ് ഈറ്റിംഗ്. വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന എക്സാമ്പിൾസ് ആണ്, എന്നാലും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ വേർബിൽ ഈറ്റ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഈസ് ഈറ്റിംഗ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വേർബാണുള്ളത്, ഈസ് എന്ന് പറയുന്ന ഒരു വേർബും ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർബും. അപ്പോൾ ഈ രണ്ട് വേർബുകളും കൂടെ കൂടിച്ചേർന്നതാണ് ഇതിലെ മെയിൻ വേർബ് എന്ന് പറയുന്നത്. സോ ഇഫ് there are two verbs in a sentence, that is called compound verb. So ഒരൊറ്റ വേർബ് മാത്രം ഉള്ളതാണെങ്കിൽ അതിനെ സിമ്പിൾ വേർബ് എന്നും, രണ്ട് വേർബ് വരുന്നതാണെങ്കിൽ കോമ്പൗണ്ട് വേർബ് എന്നും വിളിക്കാം. ഇതാണ് രണ്ട് ടൈപ്പ് വേർബ് എന്ന് പറയുന്നത്, സിമ്പിൾ വേർബ് ആൻഡ് കോമ്പൗണ്ട് വേർബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓക്സിലറി വേർബ്സ്. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ auxiliary verbs. Auxiliary verbs are also called helping verb. Auxiliary verbിന്റെ മറ്റൊരു പേരാണ് helping verb എന്നുള്ളത്. ആ പേര് വരാൻ കാരണം auxiliary verbs are used to help the main verb. മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർബ് ആയതുകൊണ്ടാണ് ഓക്സിലിയറി വേർബിനെ ഹെൽപ്പിംഗ് വേർബ് എന്നുള്ള പേരിലും കൂടെ വിളിച്ചത്. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഓക്സിലിയറി വേർബ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആണ് ആം, then is, are. ഈ ഓക്സിലറി വെർബ്സ് ആം, ഈസ്, ആർ, അതുപോലെ ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് ആയിട്ട് വരുന്നതാണ് വാസ്. ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് ആയിട്ടാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. ആറിൻ്റെ പാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വേർ. ഈ 5 വേർബ് ഫോംസ് ഓക്സിലിയറി വേർബ്സും ടു ബി ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ആം, ഈസ്, ആർ, വാസ്, വെയർ. ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരുന്നു എന്ന അർത്ഥത്തിൽ ആകുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്സ് ആണ് ആം, ഈസ്, ആർ എന്നുള്ളത്. അതിൻ്റെ പാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ സംഭവമായിട്ട് ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാസ്, വെയർ എന്നുള്ളത്. ഇത് ടു ബി ഫോമാണ്. ഓക്കെ, ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ആം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എന്നുള്ളതിൻ്റെ കൂടെ മാത്രമാണ്. ഐ എന്നുള്ള വേർഡിൻ്റെ കൂടെ മാത്രമേ നമ്മൾ, ഐ എന്നുള്ള വേർഡല്ല പ്രൊനൗണിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ആം എന്നുള്ളത് ഉപയോഗിക്കുള്ളൂ. അതുപോലെ ഈസ്, ആർ, ഈസ്, ആർ എന്നുള്ളത് ഈസ് ഹീ, ഷീ, ഇറ്റ്, അതുപോലെ ബാക്കി എല്ലാ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയും ഈസ് ഉപയോഗിക്കും. ഓക്കെ, സിംഗുലർ പ്രൊനൗൺ ആയിട്ടുള്ള ഹീ, ഷീ, ഇറ്റ് അതിൻ്റെ കൂടെയും അതുപോലെ എല്ലാ സിംഗുലർ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റും. ഇനി ആർ എന്ന് പറയുന്നത് പ്ലൂരലാണ്. ഈസ് ഇവിടെ സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആർ എന്ന് പറയുന്നത് പ്ലൂരലാണ്, ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആർ. അപ്പം ആറ് നമ്മൾ ഉപയോഗിക്കുന്നത് യു, ദേ, വി, അതുപോലെ പ്ലൂരൽ സബ്ജക്ട്സ്. പ്ലൂരൽ സബ്ജക്ട്സ്. അപ്പോൾ ഓർത്ത് വെക്കുക ഇതിൻ്റെ ഉപയോഗം. ആം, ഈസ്, ആർ, വാസ്, വെയർ എന്നുള്ളത് ടു ബി ഫോമിലാണ്.
അപ്പോൾ ആം എന്നുള്ളത് ഐയുടെ കൂടെ ഉപയോഗിക്കുന്നു, ഈസ് എന്നുള്ളത് ഹി ഷീ ഇറ്റ്, അതുപോലെ എല്ലാം സിംഗുലർ ആയിട്ടുള്ള ഏകവചനം വരുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ ആർ എന്നുള്ളത് അതിൻ്റെ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നതാണ്. യു, ദേ, വി, അതുപോലെ ബാക്കിയുള്ള പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. ഇനി വാസും വെയറും. വാസ്, വെയർ. വാസ് ഇസ് ദ പാസ്റ്റ് ഫോം ഓഫ് ഈസ്. ഈസ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആണ് വാസ്. അപ്പോൾ നമ്മൾ ഈസ് ഉപയോഗിച്ചത് ഹി ഷീ ഇറ്റ് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ വാസ് നമുക്ക് എന്ത് ചെയ്യാം, ഹി ഷീ ഇറ്റ്, അതുപോലെ എല്ലാ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ നമുക്ക് വാസും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ആർ എന്നുള്ളത് ഉപയോഗിച്ചത് അറിയാം, യു, ദേ, വി പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. അതുപോലെ വേർ എന്നുള്ളത് നമുക്ക് എല്ലാ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നത്, ഇതിനെ നമ്മൾ ഓക്സിലറി വേർബ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാറുണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറി, പ്രൈമറി ഓക്സിലറി, അത് പറയാൻ വിട്ടുപോയതാണ്. പ്രൈമറി ഓക്സിലറി, പ്രൈമറി ഓക്സിലറി വേർബ് നമ്മൾ പറയാറുണ്ട്. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയാറുണ്ട്. ഇനിയും പ്രൈമറി ഓക്സിലറീസിൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക, ടു ബി ഫോമിലുള്ളത് ആം, ഈസ്, ആർ, വാസ്, വെയർ. ഇനി അടുത്ത പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത് ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡ് എന്നുള്ളതാണ് അടുത്ത ഓക്സിലറീസ് ആയിട്ട് വരുന്നത്. അതിൽ ഹാസ്, ഹാവ്, ഹാഡ് നമ്മളൊരു പൊസഷനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ്, അല്ലെങ്കിൽ ഒരാൾക്ക് അത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. ഹാസ്, ഹാവ്, ഹാഡ് അതായത് ടു ഹാവ് ഫോമാണ്. ടു ബി, ടു ഹാവ് ഫോമിലാണത് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഈ ഹാസ് എന്നുള്ളത് സിംഗുലർ ആണ്, ഏകവചനമായിട്ടാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. ഇനി ഹാസ് ഉപയോഗിക്കാം, നമ്മൾ നേരത്തെ ഈസ് പറഞ്ഞതുപോലെ തന്നെ ഈസ് ഏതെല്ലാം സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നോ ആ സിംഗുലറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഏതും ഉപയോഗിക്കാൻ പറ്റും, ഹാസ് ഉപയോഗിക്കാൻ പറ്റും. ഹീയുടെ കൂടെ പറ്റുന്നു, ഹീ, ഷീ, ഇറ്റ്, ബാക്കി പ്ലൂറൽ എല്ലാ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതുപോലെ ഹാവ് എന്നുള്ളത് നമ്മൾ വേറിൻ്റെയും ആറിൻ്റെയും പറഞ്ഞതുപോലെ ഹാവ് എന്നുള്ളത് ഹാസിന്റെ പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയും അതുപോലെ തന്നെ ഇവിടെ നേരത്തെ എഴുതിയ പോലെ യു, ദേ, വി ഇതിന്റെ കൂടെയും നമുക്ക് ഏത് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ടുള്ള ഹാവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ യു, ദേ, വി എന്നുള്ളതിൻ്റെ കൂടെ മാത്രമല്ല ഐയുടെ കൂടെയും നമ്മൾ ഉപയോഗിക്കും. ഐ, യു, ദേ, ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും നമ്മൾ ഇത് ഉപയോഗിക്കും. നമുക്ക് ഒരിക്കലും ഐ ഹാസ് എന്ന് പറയാൻ പറ്റില്ല, ഐയുടെ കൂടെ ഒരിക്കലും ഹാസ് ഉപയോഗിക്കില്ല, എപ്പോഴും ഹാവ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ദെൻ ഹാഡ് ഈസ് ദ കോമൺ പാസ്റ്റ് ഫോം ഓഫ് ബോത്ത് ഹാസ് ആൻഡ് ഹാവ്. രണ്ടിൻ്റെയും കോമൺ പാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാഡ്. അപ്പോൾ ഹാഡ് നമുക്ക് വി ക്യാൻ യൂസ് ഹാഡ് വിത്ത് ഓൾ ദി സബ്ജക്ട്സ്, even if it is singular or plural, that doesn't matter, with all the subject, that means singular with the singular subjects and with the plural subjects we can use had. Okay, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഓക്സിലറി പറഞ്ഞു, ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്. ഇതാണ് ഇത്രയും പ്രൈമറി ഓക്സിലറീസ് ആണ്. I hope it's clear for you. Then let's move on to the another section of auxiliary verbs, that is do, did, does. Do, did, does. to do ഫോം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. to
ഡു ഫോമിലാണ്, എന്തെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഡു, ഡിഡ്, ഡസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഡു എന്നുള്ളത് പ്ലൂറലാണ്. ഡു എന്നുള്ളത് പ്ലൂറൽ ഫോമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡസ് എന്നുള്ളത് സിംഗുലർ ഫോമാണ്. ഡു പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും അതുപോലെ ഡസ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഡ് എന്നുള്ളത് ഈ രണ്ടിൻ്റെയും ഡൂവും ഡസും എന്താണ്? പ്രസന്റ് ആണ്. ഡു എന്നുള്ളതും ഡസ് എന്നുള്ളതും പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റിലാണ് ഡൂവും ഡസും ഉപയോഗിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഡിഡ് ഈസ് ദ പാസ്റ്റ് ഫോം ഓഫ് ഡു. ഇതിൻ്റെ രണ്ടിൻ്റെയും പാസ്റ്റ് ഫോമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡ് നമ്മൾ നേരത്തെ ഹാസിൻ്റെയും ഹാഡിൻ്റെ കേസ് പറഞ്ഞതുപോലെ ഡിഡ് we can use with all the subjects, with the plural subjects and with the singular subjects did നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു വേർബ്, നമുക്കൊരു ആക്ഷൻ വേർഡ് തന്നാൽ അത് ഡു ഫോമിലാണോ ഡസ് ഫോമിലാണോ എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആദ്യം ഇപ്പം ഞാൻ ഐ റോട്ട്, സോ ഐ എം റൈറ്റിംഗ് എ വേർബ് ഹിയർ. സോ റൈറ്റ് itself, റൈറ്റ്, it's a verb. It's a very familiar verb to us. So ഈ റൈറ്റ് എന്നുള്ളത് ഇത് ഏത് ഫോമിലാണെന്ന് നമ്മളോട് ചോദിച്ചാൽ, ഇത് ഡു ഫോമാണോ ഡിഡ് ആണോ ഡസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് റൈറ്റ് എന്നുള്ളത് എപ്പോഴും, അതായത് ഇത് വെർബ് 1 ആണ്. വെർബിൻ്റെ ആദ്യത്തെ രൂപമാണ് ഈ റൈറ്റ് എന്നുള്ളത്. സോ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, the first form of the verb is always plural. That means verb 1 is always plural. എല്ലാ verbsൻ്റെയും write, for example write, play, read, jump, cook. So all these are the first form of the verb and all these are plural too. And to make this plural verb into singular, we just wanted to add a letter. That is, now this is plural one, right? And to make it into singular one, I just wanted to add what? An S, an additional S, writes. So this writes, here is an S and this is does. Okay, there is a S or ES in this. സോ ഈ ഡസ് ഫോമാണ് എന്ത്? റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡസ് എന്നുള്ളത് സിംഗുലർ ഫോമാണ്. അപ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ നമുക്കൊരു വേർബിനെ സിംഗുലർ ആക്കാൻ, പ്ലൂറൽ ആയിട്ടുള്ള ഒരു വേർബിനെ നമുക്ക് സിംഗുലർ ആക്കാൻ എന്ത് മാത്രം ചെയ്താൽ മതി? ആ വേർബിൻ്റെ കൂടെ എസ്സോ ഇഎസ്സോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സിംഗുലറായി. വേർബ് 1 എന്ന് പറയുന്നത് ഡു ഫോമിലായിരിക്കും. Okay, verb 1 is in do form, that is in plural form. And does എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആണ്. അതായത് വേർബിൻ്റെ കൂടെ എസ്സോ ഇഎസ്സോ കൂട്ടിച്ചേർത്ത ഫോമാണ് സിംഗുലർ ഫോം, ഡസ് ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ആയിട്ട് വരുന്നത്, അതായത് റോട്ട്. റോട്ട് റൈറ്റിൻ്റെ പാസ്റ്റ് ആണ് എന്ത്? റോട്ട്. അതായത് ഡിഡ് പ്ലസ് റൈറ്റ്, ഡിഡ് പ്ലസ് റൈറ്റ്. അതായത് റോട്ട് എന്നുള്ളതിൽ എന്ത് ഹിഡൻ ആയിട്ടിരിക്കുന്നുണ്ട്? ഈ റോട്ട് എന്നുള്ളതിൽ ഡിഡ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വേർബ്സ് ഹിഡൻ ആണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു സെൻറ്റൻസ്, റോട്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്, നമ്മൾ ആ വേർബ് വരുന്ന ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ വി ഷുഡ് നോട്ട് റൈറ്റ് വാട്ട്? ഡിഡ് റൈറ്റ്, അല്ലെങ്കിൽ ഡിഡ് റോട്ട് എന്ന് നമ്മൾ ഒരിക്കലും എഴുതാൻ പാടില്ല. കാരണം റോട്ടിൽ തന്നെ ഡിഡ് ഇംപ്ലൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡിഡും കൂടെ രണ്ട് പാസ്റ്റ് ഒരുമിച്ച് എഴുതരുത്. സോ അപ്പം ഇതാണ് അടുത്ത സെക്ഷൻ ഓഫ് ഓക്സിലിയറി വേർബ്സ്. അപ്പം നമുക്ക് പ്രൈമറി ഓക്സിലിയറി വേർബ്സ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. അതായത് ഇതിനെ പ്രൈമറി ഓക്സിലിയറീസ് എന്ന് വിളിക്കാൻ കാരണം, അതായത്
ആം, ഈസ്, ആർ, വാസ്, വെയർ എന്നുള്ളതിനെ പ്രൈമറി ഓക്സിലറീസ് എന്ന് വിളിക്കാൻ കാരണം ഈ ഓക്സിലറീസിനെ നമുക്ക് മെയിൻ വേർബായിട്ടും ഓക്സിലറി വേർബ്സ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു ആക്ഷൻ വേർഡ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അതിൽ വേർബ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആക്ഷൻ വേർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സെൻറ്റൻസിൽ വേർബ് എന്ന് പറയാൻ പറ്റില്ല. ഇഫ് ദർ ഇസ് നോ ആക്ഷൻ in a given sentence and if there is a auxiliary verb in the sentence, then we can say that there is a verb. അവിടെ ഒരു verb ഉണ്ട്. അപ്പോൾ മെയിൻ വേർബായിട്ടും ഓക്സിലറി വേർബായിട്ടും നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? ഈ പ്രൈമറി ഓക്സിലറീസിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രൈമറി ഓക്സിലറി വേർബ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്. ഇത്രയുമാണ് പ്രൈമറി ഓക്സിലറി വേർബ്സ്. ഇനി ഈ പ്രൈമറി ഓക്സിലറീസിന്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. ഈ ഓരോന്നും ഏതിൻ്റെ ഒക്കെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രൈമറി ഓക്സിലറീസ് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഓക്സിലറീസും ചേഞ്ച് ചെയ്യും. When the subject becomes singular, auxiliary verbs also become singular. When the subject becomes plural, auxiliary verbs also becomes plural. Subject depends on the subjects. It changes depends on the subjects. അപ്പം ഒരു സെൻറ്റൻസിൽ ചേഞ്ച് ആകുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് വേർബാണ്. ആ വേർബ് ടൈമിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ പാസ്റ്റിലാണ് നമ്മൾ ആ വേർബ് ഉപയോഗിക്കുന്നതെങ്കിൽ, പാസ്റ്റിൽ ഒരു ഇൻസിഡൻറ്റ് പറയാനാണ് വേർബ് ഉപയോഗിക്കുന്നതെങ്കിൽ വേർബ് ചേഞ്ചസ് ഇൻ ടു പാസ്റ്റ് ഫോം. ആൻഡ് വെൻ യു ആർ ഡിസ്ക്രൈബിങ് ആൻ ഇവൻറ്റ് ഇൻ എ പ്രസൻറ്റ്, സോ ദെൻ that verb changes into present form. And when we use to describe an action that is going to happen in future, then it changes into future form. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ചേഞ്ച് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് that is only verb. Okay. So these are the main primary auxiliary verbs. ഇനി നമുക്ക് പ്രൈമറി ഓക്സിലറി വേർബ്സ് മാത്രമല്ല ഉള്ളത്. ഇംഗ്ലീഷിൽ ടോട്ടലി 24 ഓക്സിലറി വേർബ്സ് ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ 24ഉം പഠിക്കുന്നില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടില്ല. പ്രൈമറി ഓക്സിലറി വേർബ്സും അതുപോലെ തന്നെ മോഡൽ ഓക്സിലറി വേർബ്സും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് മോഡൽ ഓക്സിലറി വേർബ്സിലേക്ക് പോവാം. മോഡൽ ഓക്സിലറി അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓരോന്നും ഓർഡറിൽ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പം ജസ്റ്റ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഓക്സിലറി വേർബ്സ് ആണ് വിൽ, അതുപോലെ തന്നെ ഷാൾ. വില്ല്, ഷാൾ. ഫ്യൂച്ചർ പറയാൻ ഉപയോഗിക്കുന്ന 2 ഓക്സിലറി വേർബ്സ് ആണ് വില്ല്, ഷാൾ. വിൽ, ഷാൾ. ഇനിയും ഈ വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ്, വില്ലിനെ നമ്മൾ പാസ്റ്റ് ഫോമായിട്ട് എഴുതുന്നതാണ് വുഡ്. അതുപോലെ തന്നെ ഷാളിൻ്റെ പാസ്റ്റ് ഫോമാണ് ഷുഡ്. ഓക്കെ, നമുക്ക് രണ്ടും ഫ്യൂച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബാണ് വില്ലും ഷാളും. അതുപോലെ അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വുഡ്, ഷുഡ് എന്നുള്ളത്. അതേപോലെ തന്നെ അടുത്ത മോഡൽ ഓക്സിലറിയാണ് ക്യാൻ. ക്യാനിൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. ക്യാൻ, കുഡ്. ദെൻ അതുപോലെ വരുന്നതാണ് മേ. ഇറ്റ്സ് പാസ്റ്റ് ഫോം ഈസ് മൈറ്റ്. ദെൻ മസ്റ്റ്. അപ്പം ഇത്രയാണ് നമ്മൾ മോഡൽ ഓക്സിലറി ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും വരുന്നതാണ് ought to, used to, need, dare. These are also auxiliary verbs. You just keep in mind. So, but in this lesson you want to learn only this primary auxiliaries and model auxiliaries verb, just 20. So, once again I will repeat model auxiliary verbs. One is will and its past form would and shall, then should, then can, could, may, its past form might, then must.
ഇനി ഓക്സിലറി വേർബ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൈമറി ഓക്സിലറി വേർബ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ which changes depends on its subject. But in the case of modal auxiliary verbs, it does not change, depends on its subject. We can use both its present form and past form with any subject. If it is plural, if it is singular, that doesn't matter. With both plural subject and with both singular subject and plural subject, we can use this auxiliary. We can say I will, he will, or he shall, she will, she can, he can, I can. So there is no change with the subject. So these are modal auxiliary verbs. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സിൽ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി വോണ്ട് ഗെറ്റ് ടൈം ടു complete all the activities. And എല്ലാത്തിലെയും ഓരോ 2-3 എക്സാമ്പിൾസ് ആക്ടിവിറ്റീസിൽ ജസ്റ്റ് പറഞ്ഞു പോവാം. ആൻഡ് അതർ ക്വസ്റ്റ്യൻസ് വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. അപ്പോൾ ഇതിലെ ഫസ്റ്റായിട്ട് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ നേരത്തെ ആദ്യം എടുത്തപ്പോൾ വേർബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സിമ്പിൾ വേർബിൻ്റെയും കോമ്പൗണ്ട് വേർബിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ സിമ്പിൾ വേർബ് കുറച്ച് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് the question is, write the verbs in each of the following sentences, state whether they are simple or compound. ആ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചിട്ട് അത് സിമ്പിൾ വേർബാണ് കോമ്പൗണ്ട് വേർബാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. So the first sentence given here is, she drank a glass of milk. She drank a glass of milk. That is the first sentence given here. So in this sentence there is only one verb. She drank a glass of milk. So there is only one verb, that is drank. So there is no other verb, auxiliary verb is given here. There is only one main verb. So drank is the main verb given here. So that is simple verb. And then another one is given, I am in the kitchen. So there is no action is here, only I am in the kitchen. There is only one verb, am, an auxiliary verb, am is given. And another one is, David is playing with his model car. David is playing with his model car. So David is playing with his model car. Is playing. Okay, is an auxiliary verb, is given, and main verb playing is given. So two verbs are there. So that is compound auxiliary. Then the same example, the train has arrived at the station. The train has arrived at the station. So two auxiliary. One is has, that is an auxiliary, and arrived, which is a main verb. So the train has arrived at the station. Two auxiliary, has arrived. So it is an example for compound verb. Okay. So simple verb. I hope the topic simple verb and compound verb is very clear. It's very easy to understand. Okay. Then നമ്മളിപ്പോൾ ഓക്സിലറി വേർബ്സും ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോയി. ഇനി അതുപോലെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഇത് കുറച്ച് അൺഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടോപ്പിക്ക് അൺഫെമിലിയർ ആണെന്ന് പറയുന്നില്ല, നമ്മളെ പേര് ചിലപ്പോൾ പരിചിതമല്ലാത്തതായിരിക്കും. Will be an unfamiliar one to us. Okay. So അതിന് മുൻപ് നമുക്ക് ഈ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും എന്താണ് പറയുന്നതിന് മുൻപ് നമുക്ക് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമുക്ക് എന്തായാലും അറിയാം. ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു എക്സാമ്പിളിലൂടെ തന്നെ പറയാം. സോ I am teaching English. I am teaching English. I am teaching English. Okay. അതിൽ നമ്മൾ സെൻറ്റൻസിനെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹിയർ ഐ ആം എന്നുള്ളത് ഇവിടെ ആം പെടുന്നില്ല. ഐ എന്നുള്ളത് എന്താണ് എന്തായിട്ട് വരുന്നത്? ഐ എന്നുള്ളത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഐ എന്നുള്ളത് ഇവിടുത്തെ സബ്ജക്റ്റ്. അതായത് നമ്മുടെ ഒരു സെൻറ്റൻസിൽ ആ കാര്യം ചെയ്യുന്ന ആൾ, ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. സോ
I is the subject here. Then am teaching. Am teaching. I am teaching. Am teaching എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. ഇത് കോമ്പൗണ്ട് വേർബ് ആണ്. am teaching. It's a compound verb. am എന്നുള്ള auxiliary verb ഉണ്ട്. teaching എന്നുള്ള മെയിൻ verb ഉണ്ട്. So it is a compound verb. ഇനി ഇംഗ്ലീഷ്. അപ്പോൾ ഇത് verb. ഇത് verb. ഇനി ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് ഇത് ഒബ്ജക്റ്റ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് SVO ആണ്. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം, അതായത് ഇത് വെർബുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്, ആക്ഷനുമായിട്ട്. ഈ വെർബിൻ്റെ ആക്ഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നോ അതാണ് ഒബ്ജക്റ്റ്. വേർബ് ഇവിടെ ഏതാണ്? ഇവിടെ ടീച്ചിങ് എന്നുള്ള വേർബാണ്. ആ ടീച്ചിങ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇംഗ്ലീഷ്. എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ എന്ത് പറയാം? ഇംഗ്ലീഷ് എന്ന് പറയാം. അപ്പോൾ ആ വേർബ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നോ അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് SVO എന്നുള്ളതാണ് ഏതൊരു സെൻറ്റൻസിലെ പാറ്റേൺ. ഇംഗ്ലീഷിലൊരു സെൻറ്റൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സമയം മലയാളത്തിൽ പാറ്റേൺ മാറും, നമുക്കറിയാം. ഇപ്പം ഇവിടെ മലയാളം പറയണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും, പിന്നെയാണ് വെർബ് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, പിന്നീട് ഒബ്ജക്റ്റ് വരും. അങ്ങനെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ട്രാൻസിറ്റീവ് വേർബാണ്. അപ്പോൾ ഈ ഞാൻ എഴുതിയ എക്സാമ്പിളിലും ഒരു ട്രാൻസിറ്റീവ് വേർബ് ഉണ്ട്. നിങ്ങളുടെ ബുക്കിൽ കൊടുത്തൊരു സെൻറ്റൻസിലെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ പറയാം. ഹി broke the clock. He broke the clock. ഈ എക്സാമ്പിളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഹി എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റ് ആണ്, ബ്രോക്ക് എന്നുള്ളത് വേർബാണ്, ക്ലോക്ക് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. അതായത് അവൻ ഈ ക്ലോക്ക് പൊട്ടിച്ചു. അപ്പോൾ ഇവിടെ ബ്രോക്ക് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്ലോക്ക് എന്നുള്ള വാക്കുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്ത് പൊട്ടിച്ചു? വാട്ട് ഡിഡ് ഹി ബ്രേക്ക് എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ എന്ത് കിട്ടും? ക്ലോക്ക് എന്നുള്ളത് കിട്ടും. അപ്പോൾ എന്ത് പൊട്ടിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ കിട്ടുന്നത് ക്ലോക്കാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് വെച്ചാൽ ഈ ആ വെർബ് എന്ത് അല്ലെങ്കിൽ ആര് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണോ ആൻസർ കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ അത് പറയാനൊരു ആൻസർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ട്രാൻസിറ്റീവ് വേർബ്. അതായത് ഹു അല്ലെങ്കിൽ ഹും ഓർ വാട്ട്. ഹും ഓർ വാട്ട്, ആര് എന്നല്ല, ഹു എന്നല്ല, ആര്. ഹും അല്ലെങ്കിൽ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഈ വെർബിനെ വെച്ചിട്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. അത് എന്ത് അല്ലെങ്കിൽ ആര് എന്ന് ചോദിക്കുമ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നോട്ടിൽ ഇതിൻ്റെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, പറയുന്നുണ്ട്, അതിൽ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കാം, അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇത് ഹി ബ്രോക്ക് ദ ക്ലോക്ക്, ഇതാണ് സെൻറ്റൻസ്. ആരാണിത് പൊട്ടിച്ചത് എന്നല്ല ചോദ്യം. അങ്ങനത്തെ ആ ചോദ്യത്തിനല്ല ഉത്തരം കിട്ടേണ്ടത്. എന്ത് പൊട്ടിച്ചു അല്ലെങ്കിൽ ആരെ, ഹും വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്ട് വെച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസിറ്റീവ് വേർബ്. ഹി ബ്രോക്ക് ദ ക്ലോക്ക്, എന്ത് പൊട്ടിച്ചു? ക്ലോക്ക് പൊട്ടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഈ ഒബ്ജക്റ്റ് ഇതുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആണ്. ഈ തന്നിരിക്കുന്ന ക്ലോക്ക് എന്ന ഒബ്ജക്റ്റ് ഈ വെർബുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ വെർബ് എന്ത് ചെയ്തു, എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബാണ്. I hope it is clear to you. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Verbs can have object which may be noun, pronouns or even whole clauses. അപ്പം നമ്മൾ ഒരു സെൻറ്റൻസിന് ഒബ്ജക്റ്റ് ഉണ്ട്, വേർബിന് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ നൗൺ ആവാം, ചിലപ്പോൾ പ്രൊനൗൺ ആവും.